എല്ലാവർക്കും നമസ്കാരം. കൊല്ലവർഷം 1200 ആണ്ട് ചിങ്ങമാസം 1-ാം തീയതി മുതൽ കർക്കിടകം 31-ാം തീയതി വരെയുള്ള മേടം മുതൽ മീനം വരെയുള്ള 12 കുറുകളിൽ ജനിച്ചവരുടെ ഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. രാശിഫലങ്ങൾ പൊതുഫലങ്ങളാണ്. ജാതകരീതിയിൽ നടക്കുന്ന ദശാപഹാര ഫലങ്ങൾക്കനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. ഒരു വീഡിയോയിലേക്ക് കടക്കാം. മേടക്കൂറിൽ ജനിച്ചവരുടെ പുതുവർഷ ഫലങ്ങളെ നോക്കാം. വർഷം തുടങ്ങുമ്പോൾ വ്യാഴം അനുകൂലമായി സഞ്ചരിക്കുന്നതിനാൽ വിദ്യാർത്ഥികൾക്ക് നന്നായി പഠിക്കുവാനും കലാകായിക മത്സരങ്ങളിൽ വിജയം നേടാനും സാധിക്കും. പഠനം കഴിഞ്ഞ് ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല ജോലി ലഭിക്കും. ജോലിയിലുള്ളവർക്ക് മേലുദ്യോഗസ്ഥരുടെ സഹായ സഹകരണങ്ങളും സ്ഥാനക്കയറ്റവും ലഭിക്കുന്നതാണ്. സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക് പുതിയ നിക്ഷേപങ്ങൾ നടത്താനും പുതിയ കരാറുകൾ ഒപ്പിടാനും അനുകൂലമായ സമയമാണിത്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. വിവാഹപ്രായമായ മേടക്കൂറുകാർക്ക് വിവാഹം നടക്കും. സ്ഥലം വാങ്ങാനും വാങ്ങിയ സ്ഥലത്തിൽ വീട് കെട്ടാനും യോഗമുണ്ടാകും. ശുക്രന്റെ രാശിയിൽ വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ വിലയുയർന്ന വസ്ത്രങ്ങളും ആഭരണങ്ങളും വാങ്ങുവാനും യോഗമുണ്ടാകും. കലാകാരന്മാർക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ നിരവധി അവസരങ്ങൾ ലഭിക്കും. കേസുകളിൽ അനുകൂലമായ വിധിയുണ്ടാകും. കടബാധ്യതയുള്ളവർക്ക് കടങ്ങളിൽ നിന്ന് മോചനം നേടി മനസമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കും. ചിലർക്ക് ലോട്ടറി അടിക്കുന്നത് പോലെ പെട്ടെന്നുള്ള ധനലാഭവും ഉണ്ടാകും. മേടമാസം 31-ാം തീയതി വ്യാഴം മിഥുനക്കൂറിലേക്ക് മാറിയതിനു ശേഷം അലച്ചിൽ അധികരിക്കും. താമസ സ്ഥലമോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലമോ മാറേണ്ട സാഹചര്യമുണ്ടാകും. കേതു 6-ാം ഭാവത്തിലും രാഹു 12-ാം ഭാവത്തിലും സഞ്ചരിക്കുന്നതിനാൽ ആത്മീയപരമായ കാര്യങ്ങൾ, മെഡിക്കൽ, കെമിക്കൽ ഇതുപോലെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ജോലിയോ തൊഴിലോ ചെയ്യുന്നവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ അധികം ലഭിക്കും. വിദേശവുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും വരുമാനം അധികരിക്കും. കേതുവിനെ വ്യാഴം ദൃഷ്ടി ചെയ്യുന്നതിനാൽ കടബാധ്യതകളും ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാതാകും. ബുദ്ധിമുട്ടുള്ള ജോലികൾ എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കും. സ്വത്ത് സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനായി വിദേശത്ത് പോകാനുള്ള അവസരമുണ്ടാകും. അന്യദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല ശമ്പളത്തോടു കൂടിയ ജോലി ലഭിക്കുന്നതാണ്. ജോലിസ്ഥലത്ത് നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള നിരവധി അവസരങ്ങൾ ഉണ്ടാകും. ഇടവ മാസത്തിൽ രാഹുവും കേതുവും രാശി മാറിയതിനു ശേഷം രാഹുവിൻ്റെ ലാഭസ്ഥാന സഞ്ചാരം സാമ്പത്തിക നേട്ടങ്ങളെ നൽകുന്നതാണ്. ഏറെ നാളത്തെ ആഗ്രഹങ്ങൾ സഫലമാകും. വ്യക്തിഗത കഴിവുകൾ പ്രകടിപ്പിക്കാൻ നിരവധി അവസരങ്ങൾ ലഭിക്കും. സുഹൃത്തുക്കളുടെ സഹായ സഹകരണങ്ങളും ഉണ്ടാകും. ഏത് സാഹചര്യവും നേരിടാനുള്ള സന്നദ്ധത പ്രകടിപ്പിക്കും. അതേസമയം 5-ാം ഭാവത്തിലെ കേതുവിൻ്റെ സഞ്ചാരം മൂലം ചില പ്രശ്നങ്ങളെയും മേടക്കൂറുകാർക്ക് നേരിടേണ്ടി വരുന്നതാണ്. അതിനെക്കുറിച്ച് രാഹുകേതു മാറ്റത്തെക്കുറിച്ചുള്ള വീഡിയോയിൽ വിശദമായി പറയാം. ശനി ലാഭസ്ഥാനത്ത് സഞ്ചരിക്കുന്നതിനാൽ വിദ്യാർത്ഥികൾക്ക് നന്നായി പഠിക്കാൻ സാധിക്കും. പഠനം കഴിഞ്ഞ് ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല ജോലി ലഭിക്കും. നിലവിലുള്ള ജീവനക്കാർക്ക് പ്രമോഷനും അനുകൂലമായ സ്ഥലം മാറ്റവും ലഭിക്കുന്നതാണ്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പേരും പ്രശസ്തിയും വർദ്ധിക്കുന്ന സമയമാണിത്. മീനമാസം 15-ാം തീയതി മുതൽ മേടക്കൂറുകാർക്ക് 7 ശനികാലം തുടങ്ങുന്നതിനാൽ ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ കൊല്ലവർഷം 1200 ആണ്ടിൻ്റെ ആദ്യ പകുതിയിൽ അനുകൂല ഫലങ്ങളും അതിനുശേഷം കുറച്ച് ദോഷഫലങ്ങളും ഉണ്ടാകുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മേടക്കൂറിൽ ജനിച്ചവർക്കായുള്ള വർഷഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്തതായി ഇടവക്കൂറിൽ ജനിച്ചവരുടെ പുതുവർഷ ഫലങ്ങളെ നോക്കാം. ഇടവക്കൂറിൽ ജനിച്ചവരുടെ പുതുവർഷ ഫലങ്ങളെ നോക്കാം. വ്യാഴത്തിൻ്റെ ജന്മരാശിയിലെ സഞ്ചാരം സാമ്പത്തികപരമായ കാര്യങ്ങൾക്ക് അനുകൂലമല്ലെങ്കിലും വ്യാഴദൃഷ്ടി മൂലം പഠനം, വിവാഹം പോലുള്ള ചില കാര്യങ്ങൾക്ക് അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് നന്നായി പഠിക്കാൻ സാധിക്കും. കലാകാരന്മാർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരും. ജോലി ചെയ്യുന്നവർക്ക് ജോലിഭാരം വർദ്ധിക്കുമെങ്കിലും മേലുദ്യോഗസ്ഥരുടെ പിന്തുണയും ലഭിക്കുന്നതാണ്. കൂട്ടായി തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിൽ കൂട്ടാളിയുമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. വിവാഹപ്രായത്തിലുള്ളവർക്ക് വിവാഹം നടക്കും. വിവാഹം കഴിഞ്ഞ ദമ്പതികൾക്കിടയിൽ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ മാറും. സന്താനഭാഗ്യം ലഭിക്കാനും സാധ്യതയുള്ള സമയമാണിത്. സ്വത്ത് സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. രാഷ്ട്രീയക്കാർക്ക് പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കും. ആത്മീയതയിൽ കൂടുതൽ താല്പര്യമുണ്ടാകും. മേടമാസം 31-ാം തീയതി വ്യാഴം ധനസ്ഥാനത്തിലേക്ക് മാറിയതിനു ശേഷം വരുമാനം അധികരിക്കും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. ജോലിയിലുള്ളവർക്ക് സ്ഥാനക്കയറ്റവും ശമ്പള വർധനയും ലഭിക്കുന്നതാണ്. സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക് പുതിയ നിക്ഷേപങ്ങൾ നടത്താനും പുതിയ കരാറുകൾ ഒപ്പിടാനും അനുകൂലമായ സമയമാണിത്. ലാഭസ്ഥാനത്തിലെ രാഹുവിൻ്റെ സഞ്ചാരം മൂലം സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകും. കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ നിരവധി അവസരങ്ങൾ ലഭിക്കും. സുഹൃത്തുക്കളുടെ സഹായ സഹകരണങ്ങളും ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിക്കുന്ന കോഴ്സുകൾ ചെയ്ത് പഠിക്കാനുള്ള അവസരം ലഭിക്കും. ജോലിയിലുള്ളവർക്ക് ജോലിഭാരം കുറയും. മനസ്സമാധാനത്തോടെ ജോലി ചെയ്യാനും സാധിക്കും. വ്യാപാര വ്യവസായ രംഗത്തുള്ളവർക്ക് ലാഭം അധികരിക്കും. കടബാധ്യതകൾ ഉണ്ടായിരുന്നവർക്ക് അതിൽ നിന്ന് മോചനം നേടാൻ സാധിക്കും. വിലപിടിപ്പുള്ള സാധനങ്ങൾ വാങ്ങാനും യോഗമുണ്ടാകും. അതേസമയം 5-ാം ഭാവത്തിലെ കേതുവിൻ്റെ സഞ്ചാരം മൂലം ചില പ്രശ്നങ്ങളെയും ഇടവക്കൂറുകാർക്ക് നേരിടേണ്ടി വരുന്നതാണ്. ചെറുപ്പക്കാർക്ക് പ്രണയ നൈരാശ്യമുണ്ടാകും. മുതിർന്നവർക്ക് സന്താനങ്ങൾ മൂലം മനോവിഷമം ഉണ്ടാകും. ഇതുപോലെ ഓരോ പ്രായത്തിനനുസരിച്ച് മനോവിഷമം ഉണ്ടാക്കുന്ന കാരണങ്ങൾ മാറുന്നതാണ്. ഇടവമാസത്തിലെ രാഹുകേതു മാറ്റത്തിന് ശേഷം ഇതുപോലെയുള്ള ദോഷഫലങ്ങളെല്ലാം കുറയുന്നതാണ്. ശനി തൊഴിൽ സ്ഥാനമായ 10-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ശനിയുടെ കാരകരീതിയിലുള്ള തൊഴിലുകൾ ചെയ്യുന്നവർക്ക് അനുകൂല ഫലങ്ങൾ ലഭിക്കും. പക്ഷേ പുതിയതായി തൊഴിൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർ മീനമാസത്തിൽ ശനി ലാഭസ്ഥാനത്തിലേക്ക് മാറിയതിനു ശേഷം
പുതിയ തൊഴിൽ തുടങ്ങുന്നതാണ് നല്ലത്. വ്യാപാര വ്യവസായ രംഗത്തുള്ളവർക്ക് കടുത്ത മത്സരം നേരിടേണ്ടി വരുന്ന സമയമാണിത്. മീനമാസം 15-ാം തീയതി ശനി ലാഭസ്ഥാനത്തിലേക്ക് മാറിയതിനു ശേഷം ഇതുപോലെയുള്ള ദോഷഫലങ്ങളെല്ലാം മാറുന്നതാണ്. പഠനം കഴിഞ്ഞ് ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല ജോലി ലഭിക്കും. നിലവിലുള്ള ജീവനക്കാർക്ക് തടസ്സപ്പെട്ട പ്രൊമോഷനും അനുകൂലമായ സ്ഥലം മാറ്റവും ലഭിക്കുന്നതാണ്. രോഗങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിച്ചവർക്ക് ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പേരും പ്രശസ്തിയും ലഭിക്കും. മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ വർഷം പൊതുവെ അനുകൂലമായ ഫലങ്ങളായിരിക്കും ഇടവക്കൂറുകാർക്ക് ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇടവക്കൂറിൽ ജനിച്ചവർക്കായുള്ള വർഷഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. മിഥുനക്കൂറിൽ ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം. വ്യാഴം ചിലവുകളെ സൂചിപ്പിക്കുന്ന 12-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയമാണെങ്കിലും മിഥുനക്കൂറുകാരുടെ യോഗാധിപനായ ശുക്രന്റെ രാശിയിൽ വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ ദോഷഫലങ്ങളിൽ കുറവുണ്ടാകും. എങ്കിലും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് നല്ലപോലെ ആലോചിക്കുകയും മറ്റുള്ളവരുടെ അഭിപ്രായം കൂടി കേട്ടതിന് ശേഷം തീരുമാനങ്ങൾ എടുക്കുന്നതുമാണ് നല്ലത്. വിദ്യാർത്ഥികൾ ശ്രദ്ധയോടെ പഠിക്കേണ്ട സമയമാണിത്. ഗൃഹനിർമ്മാണത്തിന് ബാങ്ക് ലോൺ ലഭ്യമാകും. കലാരംഗത്തുള്ളവർക്ക് കലാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വിദേശത്ത് പോകാൻ സാധിക്കും. ജോലിയിലുള്ളവർക്ക് ജോലിഭാരം അധികരിക്കുമെങ്കിലും അതിനനുസരിച്ചുള്ള വരുമാനവും വന്നു ചേരും. വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല ജോലി ലഭിക്കും. മറ്റുള്ളവരുടെ ഉപദേശം കേട്ടുകൊണ്ട് ജാതക രീതിയിൽ നടക്കുന്ന ദശാപഹാരങ്ങൾ അനുകൂലമാണോ എന്ന് നോക്കാതെ പുതിയ തൊഴിൽ തുടങ്ങിയാൽ നഷ്ടമുണ്ടാകാനും സാധ്യതയുള്ള സമയമാണിത്. മേടമാസം 31-ാം തീയതി വ്യാഴം രാശി മാറിയതിനു ശേഷം ഇതുപോലെയുള്ള ദോഷഫലങ്ങളിൽ കുറവുണ്ടാകും. വിവാഹപ്രായത്തിലുള്ളവർക്ക് വിവാഹം നടക്കും. വിവാഹം കഴിഞ്ഞ ദമ്പതികൾക്കിടയിൽ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും മാറും. കുട്ടികളുണ്ടാകാൻ താമസം വന്നവർക്ക് സന്താനഭാഗ്യം ലഭിക്കാനും സാധ്യതയുള്ള സമയമാണിത്. ശുഭഗ്രഹമായ വ്യാഴത്തിൻ്റെ രാശിയായ മീനക്കൂറിൽ രാഹു സഞ്ചരിക്കുന്നതിനാൽ മിഥുനക്കൂറുകാർക്ക് തൊഴിൽപരമായ കാര്യങ്ങളിൽ അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നതാണ്. വ്യാഴം ഇപ്പോൾ 12-ൽ സഞ്ചരിക്കുന്നതിനാൽ വിദേശവുമായി ബന്ധപ്പെട്ട ജോലിയോ തൊഴിലോ ചെയ്യുന്നവർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാകും. കേതു 4-ാം ഭാവമായ കന്നിയിൽ സഞ്ചരിക്കുന്നതിനാൽ വീട് വാഹന സംബന്ധമായ കാര്യങ്ങളിൽ പ്രശ്നങ്ങളും ചെലവുകളും വരാൻ സാധ്യതയുണ്ടെങ്കിലും 4-ാം ഭാവത്തിലേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നതിനാൽ ദോഷഫലങ്ങൾ കുറയുന്നതാണ്. മാത്രമല്ല ഇടവമാസത്തിലെ രാഹുകേതു മാറ്റത്തിന് ശേഷം മിഥുനക്കൂറുകാർക്ക് രാഹുകേതുക്കളുടെ സഞ്ചാരം മൂലം ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന ദോഷഫലങ്ങളെല്ലാം മാറി അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നതാണ്. ശനി ഭാഗ്യസ്ഥാനം എന്ന് പറയുന്ന 9-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ വിദ്യാർത്ഥികൾക്ക് നന്നായി പഠിക്കാനും ഉന്നത വിദ്യാഭ്യാസത്തിനു വേണ്ടി വിദേശത്ത് പോകാനുള്ള യോഗവും ഉണ്ടാകും. തൊഴിൽ ചെയ്യുന്നവർ പഴയ ഉപകരണങ്ങൾ മാറ്റി പുതിയത് സ്ഥാപിക്കും. മീനമാസം 15-ാം തീയതി ശനി 10-ാം ഭാവത്തിലേക്ക് മാറിയാലും മിഥുനക്കൂറുകാർക്ക് വലിയ രീതിയിൽ ദോഷം ചെയ്യുകയില്ല. മൊത്തത്തിൽ നോക്കുമ്പോൾ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും ഈ വർഷം മിഥുനക്കൂറുകാർക്ക് ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മിഥുനക്കൂറിൽ ജനിച്ചവർക്കായുള്ള പുതുവർഷ ഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. കർക്കിടകക്കൂറിൽ ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം. ലാഭസ്ഥാനത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ മേടമാസ അവസാനം വരെ വളരെ അനുകൂലമായ ഫലങ്ങളായിരിക്കും കർക്കിടകക്കൂറുകാർക്ക് ലഭിക്കുക. മാത്രമല്ല അഷ്ടമശനി മൂലം ഉണ്ടാകുന്ന ദോഷഫലങ്ങളും ഒരു പരിധിവരെ കുറയുന്നതാണ്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും അധികരിക്കും. സഹോദരങ്ങളുടെ പിന്തുണയുണ്ടാകും. വരുമാനവും അധികരിക്കും. കടങ്ങളുള്ളവർക്ക് അതിൽ നിന്ന് മോചനം നേടാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് നന്നായി പഠിക്കുവാനും പഠനം കഴിഞ്ഞവർക്ക് നല്ല ജോലിയിൽ പ്രവേശിക്കാനും സാധിക്കും. കലാരംഗത്തുള്ളവർക്ക് പണവും പ്രശസ്തിയും ലഭിക്കും. ഉദ്യോഗത്തിലുള്ളവർക്ക് പ്രമോഷനും ശമ്പള വർധനവും ഉണ്ടാകും. വിവാഹാദി മംഗളകാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറും. വിവാഹം കഴിഞ്ഞ് കുട്ടികളുണ്ടാകാൻ താമസിച്ചവർക്ക് സന്താനഭാഗ്യം ലഭിക്കും. സ്വത്ത് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. രാഷ്ട്രീയക്കാർക്ക് നഷ്ടപ്പെട്ട സ്വാധീനം വീണ്ടെടുക്കാൻ സാധിക്കും. മേടമാസം 31-ാം തീയതി വ്യാഴം രാശി മാറിയതിനു ശേഷം ശത്രുശല്യവും ചികിത്സാ ചെലവുകളും അധികരിക്കും. കേതു 3-ലും രാഹു 9-ലും സഞ്ചരിക്കുന്നതിനാൽ വസ്തുസംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് അർഹിക്കുന്ന അംഗീകാരം ലഭിക്കും. ആത്മീയപരമായ യാത്രകൾ പോകാൻ സാധിക്കും. കുടുംബത്തിലെ മുതിർന്നവരുമായുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാകും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങൾക്ക് വേണ്ടി വിദേശത്ത് പോകാനുള്ള അവസരമുണ്ടാകും. ജോലിയുമായി ബന്ധപ്പെട്ട യാത്രകൾ ചെയ്യുന്നത് മൂലം ക്ഷീണം അനുഭവപ്പെടും. തൊഴിൽ മേഖലയിലുള്ളവർ പരിചയസമ്പന്നരായ ആളുകളിൽ നിന്നുള്ള ഉപദേശം നേടുന്നത് ഗുണം ചെയ്യും. കലാകാരന്മാർക്കും കലയുമായി ബന്ധപ്പെട്ട മേഖലകളിലുള്ളവർക്കും നിരവധി അവസരങ്ങൾ ലഭിക്കും. ഇടവമാസത്തിലെ രാഹുകേതു മാറ്റത്തിന് ശേഷം ചില ദോഷഫലങ്ങളും കർക്കിടകക്കൂറുകാർക്ക് വന്നു ചേരുന്നതാണ്. അതിനെക്കുറിച്ച് വിശദമായി രാഹുകേതു മാറ്റത്തെക്കുറിച്ചുള്ള വീഡിയോയിൽ പറയാം. ശനി അഷ്ടമരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ പൊതുവെ എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങളുണ്ടാകും. കഠിനാധ്വാനം ചെയ്താലും അതിനനുസരിച്ചുള്ള പ്രതിഫലം ലഭിക്കുകയില്ല. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ തടസ്സങ്ങളുണ്ടാകും. പഠനം പൂർത്തിയാക്കിയവർക്ക് നല്ല ജോലി ലഭിക്കാൻ കാലതാമസവും ജോലിയിലുള്ളവർക്ക് സഹപ്രവർത്തകരുമായും മേലുദ്യോഗസ്ഥരുമായും അനാവശ്യമായ തർക്കങ്ങളുമുണ്ടാകും. മാത്രമല്ല വാഹനാപകടങ്ങൾ ഉണ്ടാവുക, രോഗങ്ങൾ വരിക, ഇതുപോലെയുള്ള പല ദോഷഫലങ്ങളും വരാൻ സാധ്യതയുള്ള സമയമാണെങ്കിലും വ്യാഴം അനുകൂലമായി സഞ്ചരിക്കുന്നതിനാൽ അഷ്ടമശനിയാൽ ഉണ്ടാകുന്ന ഇതുപോലെയുള്ള ദോഷഫലങ്ങൾ ഒരു പരിധിവരെ കുറയുന്നതാണ്. മീനമാസം 15-ാം തീയതി ശനി രാശി മാറുന്നതോടെ അഷ്ടമശനി മൂലം ഉണ്ടായിരുന്ന എല്ലാ ദോഷഫലങ്ങളും മാറുകയും അനുകൂല ഫലങ്ങൾ ലഭിച്ചു തുടങ്ങുന്നതുമാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ വർഷം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും കർക്കിടകക്കൂറുകാർക്ക് ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കർക്കിടകക്കൂറിൽ ജനിച്ചവരുടെ ഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. ചിങ്ങക്കൂറിൽ ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം. 10-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ സ്കൂൾ തലത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നന്നായി പഠിക്കുവാൻ സാധിക്കും.
അതേസമയം ജോലിയിലുള്ളവർക്ക് ജോലിഭാരം അധികരിക്കും. മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റുകൾക്ക് നിങ്ങൾ ഉത്തരവാദികളായി മാറും. ചിലർക്ക് സ്ഥാനമാറ്റവും സ്ഥലം മാറ്റവും ഉണ്ടാകും. സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർ വിപണി സാഹചര്യം മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ട സമയമാണിത്. ഗൃഹനിർമ്മാണത്തിന് ലോൺ ലഭിക്കും. മേടമാസം 31-ാം തീയതി വ്യാഴം ലാഭസ്ഥാനത്തിലേക്ക് മാറിയതിനു ശേഷം വരുമാനം അധികരിക്കും. കടങ്ങളുള്ളവർക്ക് അതിൽ നിന്നും മോചനം നേടാൻ സാധിക്കും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും അധികരിക്കും. സഹോദരങ്ങളുടെ പിന്തുണയുണ്ടാകും. കലാരംഗത്തുള്ളവർക്ക് പണവും പ്രശസ്തിയും ലഭിക്കും. ഉദ്യോഗത്തിലുള്ളവർക്ക് പ്രമോഷനും ശമ്പള വർധനവും ഉണ്ടാകും. സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവരുടെ തൊഴിൽ തടസ്സം മാറും. കേതുവിൻ്റെ 2ാം ഭാവസഞ്ചാരം മൂലം അപ്രതീക്ഷിതമായ ചിലവുകൾ ഉണ്ടാകാനും പണം കൊടുക്കൽ വാങ്ങൽ സംബന്ധമായ പ്രശ്നങ്ങൾ വരാനും നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കാനും അതുമൂലം അനാവശ്യമായ വാക്തർക്കങ്ങൾ ഉണ്ടാകാനും സാധ്യതയുള്ള സമയമായതിനാൽ പണം കൈകാര്യം ചെയ്യുമ്പോഴും വാക്കുകൾ ഉപയോഗിക്കുമ്പോഴും സൂക്ഷിക്കുന്നത് നല്ലതാണ്. കേതുവിന് വ്യാഴദൃഷ്ടിയുള്ളതിനാൽ ഇതുപോലെയുള്ള ദോഷഫലങ്ങളിൽ കുറവുണ്ടാകും. അതേസമയം രാഹു വ്യാഴത്തിൻ്റെ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ട് ധനസ്ഥാനത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതിനാൽ അപ്രതീക്ഷിത ധനലാഭവും ഉണ്ടാകും. ചിലർക്ക് പുതിയ സ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് താമസിച്ച് ജോലി ചെയ്യേണ്ടതായ സാഹചര്യം വന്നു ചേരും. കയറ്റുമതി ഇറക്കുമതി മേഖലകളിൽ ഉള്ളവർക്ക് പുരോഗതി ഉണ്ടാകും. സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർ നിങ്ങളുടെ ജാതകം വിശദമായി പരിശോധിച്ച് ദശാപഹാരങ്ങൾ അനുകൂലമാണെങ്കിൽ മാത്രം പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നതാണ് നല്ലത്. കലാരംഗത്തുള്ളവർക്ക് പ്രശസ്തിയും അംഗീകാരവും ലഭിക്കും. യാത്രകൾ ചെയ്യുമ്പോൾ തടസ്സങ്ങളും പ്രശ്നങ്ങളും വരാൻ സാധ്യതയുള്ളതിനാൽ കഴിവതും അനാവശ്യമായ യാത്രകളും രാത്രിയാത്രകളും ഒഴിവാക്കുന്നത് നല്ലതാണ്. ഭക്ഷണകാര്യത്തിലും ശ്രദ്ധിക്കേണ്ട സമയമാണിത്. ഇടവ മാസത്തിലെ രാഹുകേതു മാറ്റത്തിന് ശേഷം ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ മാറുന്നതാണ്. ശനി 7ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ജീവിതത്തിൽ പല വെല്ലുവിളികളെയും പരീക്ഷണങ്ങളെയും നേരിടേണ്ടി വരുന്നതാണ്. ജോലിയിലുള്ളവർക്ക് അർഹിക്കുന്ന പ്രമോഷനും സ്ഥലമാറ്റവും ലഭിക്കാൻ കാലതാമസമുണ്ടാകും. വ്യാപാര വ്യവസായ രംഗത്തുള്ളവർക്ക് മന്ദനില അനുഭവപ്പെടുന്നതാണ്. വിവാഹപ്രായമായവർക്ക് വിവാഹകാര്യങ്ങളിൽ തടസ്സങ്ങളുണ്ടാകും. മീനമാസം 15-ാം തീയതി ശനി രാശി മാറുന്നതോടെ കണ്ടകശനി മൂലം ഉണ്ടായിരുന്ന ദോഷഫലങ്ങൾ മാറുമെങ്കിലും അഷ്ടമശനി തുടങ്ങുന്നതിനാൽ പുതിയ ചില പ്രശ്നങ്ങൾ വന്നു ചേരും. അതിനെപ്പറ്റി ശനിമാറ്റത്തെക്കുറിച്ചുള്ള വീഡിയോയിൽ വിശദമായി പറയാം. മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ വർഷം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും ചിങ്ങക്കൂറുകാർക്ക് ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ചിങ്ങക്കൂറിൽ ജനിച്ചവരുടെ ഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. കന്നിക്കൂറിൽ ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം. 9ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ വിദ്യാർത്ഥികൾക്ക് നന്നായി പഠിച്ച് പരീക്ഷകളിൽ വിജയം നേടാൻ സാധിക്കും. പഠനം കഴിഞ്ഞ് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല ജോലി ലഭിക്കും. ജോലിയിലുള്ളവർക്ക് മേലുദ്യോഗസ്ഥരുടെയും സഹപ്രവർത്തകരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകും. അനുകൂലമായ സ്ഥലം മാറ്റം ലഭിക്കും. വില കൂടിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും വാങ്ങുവാൻ യോഗമുണ്ടാകും. വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി കുട്ടികളില്ലാത്തവർക്ക് ഈശ്വരാനുഗ്രഹത്താൽ സന്താനഭാഗ്യം ലഭിക്കും. പിതാവുമായി ഉണ്ടായിരുന്ന അഭിപ്രായ ഭിന്നത മാറും. വ്യാപാര വ്യവസായ രംഗത്തുള്ളവർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാകും. ദൈവാനുഗ്രഹം അധികരിക്കും. ആരോഗ്യം മെച്ചപ്പെടും. ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കും. യാത്രകൾ മൂലം മനസ്സന്തോഷമുണ്ടാകും. മേടമാസം 31-ാം തീയതി വ്യാഴം തൊഴിൽ സ്ഥാനത്തിലേക്ക് മാറിയതിനു ശേഷം ജോലിയിലുള്ളവർക്ക് ജോലിഭാരം അധികരിക്കും. ചിലർക്ക് സ്ഥാനമാറ്റവും സ്ഥലം മാറ്റവും ഉണ്ടാകും. സ്വയം തൊഴിൽ ചെയ്യുന്നവർ വിപണി സാഹചര്യം മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ട സമയമാണിത്. ജന്മരാശിയിൽ കേതുവും 7ാം ഭാവത്തിൽ രാഹുവും സഞ്ചരിക്കുന്നതിനാൽ നന്നായി ചിന്തിച്ചതിന് ശേഷം പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ട സമയമാണിത്. ധനപരമായ കാര്യങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. മറഞ്ഞിരിക്കുന്ന എതിർപ്പുകളെ അറിയാനും അവയെ മറികടക്കാനും സാധിക്കും. സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിതമായ ചില സഹായങ്ങളിലൂടെ തൊഴിൽ അവസരങ്ങൾ ലഭിക്കും. ഇടവ മാസത്തിലെ രാഹുകേതു മാറ്റത്തിന് ശേഷം വിദ്യാർത്ഥികൾ പഠനപരമായ കാര്യങ്ങളിൽ കൂടുതൽ മികവ് പുലർത്തും. വിദ്യാഭ്യാസ സംബന്ധമായ യാത്രകൾ, വിദേശ പഠനം എന്നിവയ്ക്കുള്ള അവസരങ്ങളും വന്നു ചേരും. സാമ്പത്തിക പ്രതിസന്ധികൾ നീങ്ങുകയും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതുമാണ്. വിവാഹം മുതലായ മംഗളകാര്യങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങി മംഗളകാര്യങ്ങൾ നടക്കും. ശനി 6ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ജോലി, തൊഴിൽ, സാമ്പത്തികം ഇതുപോലെ പല കാര്യങ്ങളിലും അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് കലാകായിക മത്സരങ്ങളിൽ വിജയം നേടാനും സാധിക്കും. പഠനം കഴിഞ്ഞ് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല ശമ്പളത്തോടു കൂടിയ ജോലി ലഭിക്കുന്നതാണ്. ജാതകത്തിൽ സൂര്യൻ്റെ സ്ഥിതിയും ഇപ്പോൾ നടക്കുന്ന ദശാപഹാരങ്ങളും അനുകൂലമാണെങ്കിൽ സർക്കാർ ജോലി ലഭിക്കാനും സാധ്യതയുള്ള സമയമാണിത്. ജോലിയിലുള്ളവർക്ക് പ്രമോഷനും അനുകൂലമായ സ്ഥലമാറ്റവും ലഭിക്കും. താൽക്കാലിക ജോലിയിലുള്ളവർക്ക് ജോലി സ്ഥിരപ്പെടും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ സാധിക്കും. വാടക വരുമാനവും ലഭിക്കും. മീനമാസം 15-ാം തീയതി ശനി രാശി മാറുന്നതോടെ കണ്ടകശനി കാലം തുടങ്ങുന്നതിനാൽ കുറച്ച് ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതിനെപ്പറ്റി ശനിമാറ്റത്തെക്കുറിച്ചുള്ള വീഡിയോയിൽ വിശദമായി പറയുന്നതാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ കഴിഞ്ഞുപോയ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം പൊതുവെ അനുകൂലമായ ഫലങ്ങളായിരിക്കും ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കന്നിക്കൂറിൽ ജനിച്ചവരുടെ ഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. തുലാക്കൂറിൽ ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം. വ്യാഴം 8ാം ഭാവത്തിൽ സഞ്ചരിക്കുകയാണെങ്കിലും ശുക്രൻ്റെ രാശിയിൽ ജനിച്ച നിങ്ങൾക്ക് 6ാം ഭാവാധിപനായ വ്യാഴം 8ൽ മറയുന്നതും ഒരു വിധത്തിൽ നല്ലതാണ്. ചുറ്റുമുള്ള ആളുകളുടെ ശരിക്കുള്ള സ്വഭാവം എന്താണെന്ന് അറിയാൻ അവസരമുണ്ടാകും. അതേസമയം എന്ത് കാര്യം ചെയ്യുമ്പോഴും തടസ്സം വരാൻ സാധ്യതയുള്ള സമയമായതിനാൽ ജാതകരീതിയിൽ നടക്കുന്ന ദശാപഹാരങ്ങൾ അനുകൂലമാണെങ്കിൽ മാത്രം പുതിയ തൊഴിൽ തുടങ്ങുന്നത് പോലെ അധികം പണം ചെലവഴിക്കേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതാണ് നല്ലത്. കലാകാരന്മാർക്ക് ഒരു വശത്ത് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നാലും മറുവശത്ത് നേട്ടങ്ങൾ കൈവരിക്കാനും സാധിക്കും. ജോലിയിലുള്ളവർക്ക് ജോലിഭാരം അധികരിക്കും.
ഉറക്കം കുറയും. ഇടയ്ക്കിടെ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകും. അനാവശ്യമായ ചിലവുകളും വന്നു പോകും. മേടമാസം 31-ാം തീയതി വ്യാഴം 9-ാം ഭാവത്തിലേക്ക് മാറിയതിനു ശേഷം ഇതുപോലെയുള്ള ദോഷഫലങ്ങളെല്ലാം മാറുകയും അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നതുമാണ്. വിദ്യാർത്ഥികളുടെ പഠനകാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം മാറി നന്നായി പഠിച്ച് പരീക്ഷകളിൽ വിജയം നേടാൻ സാധിക്കും. പഠനം കഴിഞ്ഞ് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല ജോലി ലഭിക്കും. അനുകൂലമായ സ്ഥലം മാറ്റവും ഉണ്ടാകും. വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി കുട്ടികളില്ലാത്ത ദമ്പതിമാർക്ക് ഈശ്വരാനുഗ്രഹത്താൽ സന്താന ഭാഗ്യമുണ്ടാകും. വ്യാപാര വ്യവസായ രംഗത്തുള്ളവർക്ക് സാമ്പത്തിക നേട്ടം അധികരിക്കും. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവർക്ക് ആരോഗ്യം മെച്ചപ്പെടും. 6-12 ഭാവങ്ങളിൽ രാഹുകേതുക്കൾ സഞ്ചരിക്കുന്നതിനാൽ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനായി വിദേശത്ത് പോകാനുള്ള അവസരങ്ങൾ വന്നു ചേരും. വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കും. ജോലിയിലുള്ളവർക്ക് മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമെങ്കിലും ഇടയ്ക്കിടെ ചെലവുകളും വന്നു ചേരും. ഉയർന്ന നിക്ഷേപങ്ങൾ ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുന്നത് നല്ലതാണ്. ഇടവ മാസത്തിലെ രാഹുകേതു മാറ്റത്തിന് ശേഷം രാഹുവിൻ്റെ സഞ്ചാരം ചില ദോഷഫലങ്ങളെയും കേതുവിൻ്റെ സഞ്ചാരം അനുകൂല ഫലങ്ങളെയും നൽകുന്നതാണ്. ആത്മീയ പ്രവർത്തനങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. ഏറ്റെടുക്കുന്ന ഉദ്യമങ്ങളിൽ വിജയം നേടാൻ സാധിക്കും. ദീർഘകാല സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ശനി 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ജോലിയിലുള്ളവർക്ക് ജോലിസ്ഥലം മാറേണ്ട സാഹചര്യം വരാൻ സാധ്യതയുള്ള സമയമാണിത്. മീനമാസം 15-ാം തീയതി ശനി 6-ാം ഭാവത്തിലേക്ക് മാറുന്നതോടെ ജോലി, തൊഴിൽ, സാമ്പത്തികം പോലെയുള്ള പല കാര്യങ്ങളിലും അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുന്നതാണ്. പഠനം കഴിഞ്ഞ് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല ശമ്പളത്തോടു കൂടിയ ജോലി ലഭിക്കും. ഇപ്പോൾ ജോലിയിലുള്ളവർക്ക് പ്രമോഷനും അനുകൂലമായ സ്ഥലം മാറ്റവും ഉണ്ടാകും. താൽക്കാലിക ജോലിയിലുള്ളവർക്ക് ജോലി സ്ഥിരപ്പെടും. മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ വർഷത്തിൻ്റെ പകുതി മുതലായിരിക്കും തുലാക്കൂറുകാർക്ക് അനുകൂല ഫലങ്ങൾ കൂടുതലായി ലഭിച്ചു തുടങ്ങുക എന്ന് പറഞ്ഞുകൊണ്ട് തുലാക്കൂറ് ജനിച്ചവരുടെ ഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. വൃശ്ചികക്കൂറ് ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം. വ്യാഴം 7-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ വിദ്യാർത്ഥികളുടെ ഓർമ്മശക്തി വർദ്ധിക്കുകയും അവർക്ക് പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ സാധിക്കുന്നതുമാണ്. പഠനം കഴിഞ്ഞ് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും. ജോലിസ്ഥലത്ത് മേലുദ്യോഗസ്ഥരുമായി നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ മാറും. സ്ഥാനക്കയറ്റവും ശമ്പള വർധനയും ഉണ്ടാകും. വിദേശത്തു നിന്നും നല്ല അവസരങ്ങൾ തേടിയെത്തും. കലാകാരന്മാർക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കാനും നേട്ടങ്ങൾ കൈവരിക്കാനും സാധിക്കും. പക്ഷേ മേടമാസം 31-ാം തീയതി വ്യാഴം അഷ്ടമരാശിയിലേക്ക് മാറിയതിനു ശേഷം എന്ത് കാര്യം ചെയ്യുമ്പോഴും തടസ്സം വരാൻ സാധ്യതയുള്ള സമയമായതിനാൽ ജാതകരീതി നടക്കുന്ന ദശാപഹാരങ്ങൾ അനുകൂലമാണെങ്കിൽ മാത്രം പുതിയ തൊഴിൽ തുടങ്ങുന്നതുപോലെ അധികം പണം ചെലവഴിക്കേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതാണ് നല്ലത്. രാഹുകേതുക്കൾ 5-11 ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതിനാൽ കുടുംബത്തിലുള്ളവർ തമ്മിൽ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ കുറയുകയും സുഹൃത്തുക്കളുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതുമാണ്. ഏറ്റെടുക്കുന്ന ഉദ്യമങ്ങളിൽ വിജയം നേടാനും സാധിക്കും. ദീർഘകാല സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കും. പഠനശേഷം ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല ജോലി ലഭിക്കും. ജോലിസ്ഥലത്ത് നിലനിന്നിരുന്ന പ്രതിസന്ധികൾ മാറും. വ്യാപാര വ്യവസായ രംഗത്തുള്ളവർക്ക് ലാഭം അധികരിക്കും. തൊഴിൽപരമായ പ്രശ്നങ്ങളൊക്കെ മാറി പുരോഗതി ഉണ്ടാകും. സർക്കാർ മുഖേന പ്രതീക്ഷിക്കുന്ന സഹായം ലഭിക്കും. കേസുകളിൽ അനുകൂലമായ വിധിയുണ്ടാകും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. കടങ്ങളുള്ളവർക്ക് അതിൽ നിന്നും മോചനം നേടാൻ സാധിക്കും. രാഷ്ട്രീയക്കാർക്ക് ജനങ്ങളുടെ പിന്തുണ ഉണ്ടാകും. പക്ഷേ ഇടവ മാസത്തിലെ രാഹുകേതു മാറ്റത്തിന് ശേഷം കുറച്ച് ദോഷഫലങ്ങളും ഉണ്ടാകുന്നതാണ്. അതിനെക്കുറിച്ച് രാഹുകേതു മാറ്റത്തെക്കുറിച്ചുള്ള വീഡിയോയിൽ വിശദമായി പറയാം. ശനി 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടാവുകയും വീട് വാഹന രീതിയിൽ ചെലവുകൾ ചെയ്യേണ്ടി വരുന്നതുമാണ്. വ്യാഴം ഇപ്പോൾ അനുകൂലമായി സഞ്ചരിക്കുന്നതിനാൽ വാഹന രീതിയിൽ അപകടമുണ്ടാകാനുള്ള സാധ്യത കുറവാണ്. മീനമാസം 15-ാം തീയതി ശനി രാശി മാറുന്നതോടെ ഇതുപോലെയുള്ള ദോഷഫലങ്ങളെല്ലാം മാറി അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നതാണ്. ശനിയുടെ രാശിമാറ്റത്തിന് ശേഷം വസ്തുസംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. ജോലിയിലുള്ളവർക്ക് ജോലിസ്ഥലം മാറേണ്ട സാഹചര്യം വരാനും സാധ്യതയുള്ള സമയമാണിത്. മൊത്തത്തിൽ നോക്കുമ്പോൾ പൊതുവെ അനുകൂലമായ ഫലങ്ങളായിരിക്കും ഈ വർഷം വൃശ്ചികക്കൂറുകാർക്ക് ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വൃശ്ചികക്കൂറിൽ ജനിച്ചവരുടെ ഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. ധനുക്കൂറിൽ ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം. രാശിയധിപനായ വ്യാഴം 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ വിദ്യാർത്ഥികൾ കൂടുതൽ ശ്രദ്ധയോടെ പഠിക്കേണ്ട സമയമാണിത്. അതേസമയം പഠനം കഴിഞ്ഞ് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല ജോലി ലഭിക്കും. കുടുംബത്തിലുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കേണ്ട സാഹചര്യമുണ്ടാകും. ജോലിയിലുള്ളവർക്ക് ജോലിഭാരം അധികരിക്കും. തടസ്സപ്പെട്ട ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ കടം വാങ്ങിയാണെങ്കിലും പൂർത്തിയാക്കാൻ സാധിക്കും. ശുഭകാര്യങ്ങൾക്ക് വേണ്ടി ചെലവുകൾ ചെയ്യേണ്ടതായി വരും. വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കും. മേടമാസം 31-ാം തീയതി വ്യാഴം 7-ാം ഭാവത്തിലേക്ക് മാറിയതിനു ശേഷം സുഖസൗകര്യങ്ങളും വരുമാനവും അധികരിക്കും. മനസ്സമാധാനമുണ്ടാകും. ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കാനും നേട്ടങ്ങൾ കൈവരിക്കാനും സാധിക്കും. അധികാരസ്ഥാനങ്ങളിലുള്ളവർ നിങ്ങളെ സഹായിക്കാൻ സന്നദ്ധത പ്രകടിപ്പിക്കും. ശത്രുശല്യവും ആരോഗ്യ പ്രശ്നങ്ങളും കുറയും. വിവാഹാദി മംഗളകാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറും. 4-ാം ഭാവത്തിൽ രാഹുവും 10-ാം ഭാവത്തിൽ കേതുവും സഞ്ചരിക്കുന്നതിനാൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും നന്നായി ചിന്തിച്ചതിന് ശേഷം പ്രവർത്തിക്കുന്നതാണ് നല്ലത്. സാമ്പത്തിക സ്ഥിതിയിൽ കയറ്റിയിറക്കങ്ങൾ ഉണ്ടാകും. ജോലിക്ക് ശ്രമിക്കുന്നവർ ലഭിക്കുന്ന അവസരങ്ങൾ ചെറുതാണെങ്കിലും അതിനെ മികച്ച രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ ഭാവിയിൽ നല്ല അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ചിലർക്ക് ജോലിയിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. ബിസിനസ്സിലും മറഞ്ഞിരിക്കുന്ന ശത്രുക്കൾ മൂലം ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നതിനാൽ
എല്ലാ കാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധാലുവായിരിക്കേണ്ട സമയമാണിത്. കഠിനാധ്വാനം ചെയ്യുകയും നിലവിലെ അവസരങ്ങൾ നിലനിർത്തുകയും ചെയ്താൽ ക്രമേണ പ്രശ്നങ്ങൾ ഇല്ലാതാകുന്നതാണ്. ഇടവ മാസത്തിലെ രാഹുകേതു മാറ്റത്തിന് ശേഷം ഇതുപോലെയുള്ള എല്ലാ പ്രശ്നങ്ങളും മാറി അനുകൂല ഫലങ്ങൾ ലഭിച്ചു തുടങ്ങുന്നതാണ്. 3-ൽ രാഹുവും 9-ൽ കേതുവും സഞ്ചരിക്കുമ്പോൾ കഠിനാധ്വാനം ചെയ്യുകയും നിങ്ങളെ വഴിതെറ്റിക്കുന്ന ഒന്നിലും ഇടപെടാതെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുകയുമാണെങ്കിൽ എല്ലാ കാര്യങ്ങളിലും വിജയം നേടാൻ സാധിക്കും. പഠനകാര്യങ്ങൾക്കും അനുകൂലമായ സമയമാണിത്. ഉദ്യോഗസ്ഥർക്ക് ആഗ്രഹിച്ച പ്രൊമോഷനും സ്ഥലം മാറ്റവും ലഭിക്കുമെങ്കിലും അലച്ചിൽ അധികരിക്കും. ശനി 3-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും. മനോധൈര്യം അധികരിക്കും. വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശത്ത് പോകാനുള്ള അവസരം ലഭിക്കും. ജോലിയിലുള്ളവർക്ക് സഹപ്രവർത്തകരോടും മേലുദ്യോഗസ്ഥരോടും ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ മാറുകയും നിങ്ങളുടെ ഉയർച്ചയ്ക്ക് അവരുടെ പിന്തുണ ലഭിക്കുന്നതുമാണ്. ചിലർക്ക് അനുകൂലമായ സ്ഥലമാറ്റം ഉണ്ടാകും. വ്യാപാര വ്യവസായ രംഗത്തുള്ളവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ അധികരിക്കും. മീനമാസം 15-ാം തീയതി ശനി 4-ാം ഭാവത്തിലേക്ക് മാറിയതിനു ശേഷം കുറച്ച് ദോഷഫലങ്ങൾ ഉണ്ടാകും. മൊത്തത്തിൽ നോക്കുമ്പോൾ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും ഈ വർഷം ധനുക്കൂറുകാർക്ക് ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ധനുക്കൂറിൽ ജനിച്ചവരുടെ ഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. മകരക്കൂറിൽ ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം. വ്യാഴം 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ കുടുംബത്തിൽ സന്തോഷം അധികരിക്കും. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവർക്ക് ആരോഗ്യം മെച്ചപ്പെടും. ലോട്ടറി, ഷെയർ മാർക്കറ്റ് എന്നിവ മൂലം സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകും. സമൂഹത്തിൽ ബഹുമാനം അധികരിക്കും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉയർന്ന മാർക്കോടെ വിജയം നേടാൻ സാധിക്കും. കലാകാരന്മാർക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ നിരവധി അവസരങ്ങൾ ലഭിക്കും. ജോലിയിലുള്ളവർക്ക് അനുകൂലമായ സ്ഥലം മാറ്റമുണ്ടാകും. വ്യാപാര വ്യവസായ രംഗത്തുള്ളവർക്ക് സാമ്പത്തിക നേട്ടം അധികരിക്കും. കുടുംബസ്വത്തുക്കൾ കൈവന്നു ചേരും. അധികാരത്തിലുള്ളവരുടെ സഹായ സഹകരണങ്ങളുണ്ടാകും. കുടുംബത്തോടുകൂടി ദൂരദേശ യാത്രകൾ പോകാൻ സാധിക്കും. വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്ന് ബന്ധം വേർപ്പെടുത്തേണ്ടി വന്നവർക്ക് പുനർവിവാഹമുണ്ടാകും. വിവാഹം കഴിഞ്ഞവർക്ക് സന്താന ഭാഗ്യം ലഭിക്കും. സഹോദരങ്ങളുമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. കേസുകളിൽ അനുകൂലമായ വിധിയുണ്ടാകും. ചെറിയ രീതിയിൽ കടങ്ങളുള്ളവർക്ക് അതിൽ നിന്ന് മോചനം നേടാൻ സാധിക്കും. മേടമാസം 31-ാം തീയതി വ്യാഴം 6-ാം ഭാവത്തിലേക്ക് മാറിയതിനു ശേഷം ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. 3-ൽ രാഹുവും 9-ൽ കേതുവും സഞ്ചരിക്കുന്നതിനാൽ പഠനപരമായ കാര്യങ്ങൾക്ക് അനുകൂലമായ സമയമാണിത്. വിദ്യാർത്ഥികൾക്ക് മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും പിന്തുണ ലഭിക്കും. ഉദ്യോഗസ്ഥർക്ക് ആഗ്രഹിച്ച പ്രൊമോഷനും സ്ഥലമാറ്റവും ലഭിക്കുന്നതാണ്. ലഭ്യമായ അവസരങ്ങൾ നഷ്ടപ്പെടുത്താതെ നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ സാമ്പത്തിക നേട്ടങ്ങൾ അധികം ലഭിക്കും. വ്യാപാര വ്യവസായ രംഗത്തുള്ളവർക്ക് വരുമാനം അധികരിക്കും. കുടുംബത്തിൽ സന്തോഷമുണ്ടാകും. ഇടവ മാസത്തിലെ രാഹുകേതു മാറ്റത്തിന് ശേഷം കുറച്ച് ദോഷഫലങ്ങളും വന്നുചേരും. അതിനെക്കുറിച്ച് രാഹുകേതു മാറ്റത്തെക്കുറിച്ചുള്ള വീഡിയോയിൽ വിശദമായി പറയുന്നതാണ്. ശനി 2-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുകയും അതുമൂലം അനാവശ്യമായ പ്രശ്നങ്ങൾ വന്നു ചേരാനും സാധ്യതയുണ്ട്. പണം കൊടുക്കൽ വാങ്ങൽ സംബന്ധമായും ഈ സമയത്ത് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നതാണ്. ജോലിഭാരം കൂടുമെങ്കിലും അതിനനുസരിച്ച് വരുമാനവും ലഭിക്കുന്നതാണ്. ജീവിത പങ്കാളിക്ക് ഇടയ്ക്കിടെ ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു പോകും. വ്യാഴം ഇപ്പോൾ അനുകൂലമായി സഞ്ചരിക്കുന്നതിനാൽ ദോഷഫലങ്ങളിൽ കുറവുണ്ടാകും. മാത്രമല്ല മീനമാസം 15-ാം തീയതി മകരക്കുറുകാർക്ക് 7 ശനിക്കാലം അവസാനിക്കുന്നതാണ്. ശനി 3-ാം ഭാവത്തിലേക്ക് മാറിയതിനു ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും. മനോധൈര്യവും അധികരിക്കും. മൊത്തത്തിൽ നോക്കുമ്പോൾ പൊതുവെ അനുകൂലമായ ഫലങ്ങളായിരിക്കും മകരക്കുറുകാർക്ക് ഈ വർഷം ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മകരക്കുറിൽ ജനിച്ചവരുടെ ഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. കുംഭക്കുറിൽ ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം. വ്യാഴം 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ എല്ലാ കാര്യങ്ങളിലും ക്ഷമയോടെ ചിന്തിച്ച് ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയമാണിത്. കഴിവതും ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിക്കാതെ സ്വയം ഏറ്റെടുത്ത് ചെയ്യുന്നതാണ് നല്ലത്. ജോലിയിലുള്ളവർക്ക് ജോലിഭാരം അധികരിക്കും. അതേസമയം സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിൽപരമായ വെല്ലുവിളികളെ തരണം ചെയ്യാൻ സാധിക്കും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പദവികൾ ലഭിക്കും. ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണിത്. മേടമാസം 31-ാം തീയതി വ്യാഴം 5-ാം ഭാവത്തിലേക്ക് മാറിയതിനു ശേഷം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവർക്ക് ആരോഗ്യം മെച്ചപ്പെടും. ലോട്ടറി, ഷെയർ മാർക്കറ്റ് പോലുള്ളവയിൽ നിന്നും സാമ്പത്തിക നേട്ടമുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ സാധിക്കും. കലാകാരന്മാർക്ക് നിരവധി അവസരങ്ങൾ ലഭിക്കുകയും സാമ്പത്തിക നേട്ടങ്ങൾ അധികരിക്കുന്നതുമാണ്. ജോലിയിലുള്ളവർക്ക് അനുകൂലമായ സ്ഥലമാറ്റം ലഭിക്കും. വ്യാപാര വ്യവസായ രംഗത്തുള്ളവർക്ക് ലാഭം അധികരിക്കും. കുടുംബത്തോടുകൂടി ദൂരദേശ യാത്രകൾ പോകാൻ സാധിക്കും. വിവാഹാദി മംഗളകാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറും. വിവാഹം കഴിഞ്ഞവർക്ക് സന്താന ഭാഗ്യം ലഭിക്കും. രാഹു 2-ാം ഭാവത്തിലും കേതു 8-ാം ഭാവത്തിലും സഞ്ചരിക്കുന്നതിനാൽ കടം വാങ്ങുന്നതും കൊടുക്കുന്നതും പരമാവധി ഒഴിവാക്കുന്നതും കുടുംബത്തിലുള്ളവരോടും പുതിയ ആളുകളോടും സംസാരത്തിൽ മിതത്വം പാലിക്കുന്നതും നല്ലതാണ്. അതേസമയം ശുഭഗ്രഹമായ വ്യാഴത്തിൻ്റെ രാശിയിൽ രാഹു സഞ്ചരിക്കുന്നതിനാൽ ദോഷഫലങ്ങളിൽ കുറവുണ്ടാകും. അഷ്ടമരാശിയിൽ കേതു സഞ്ചരിക്കുന്നതിനാൽ ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ സമയം മാറ്റിവെച്ചാൽ പരീക്ഷകളിൽ പ്രതീക്ഷിക്കുന്ന വിജയം നേടാൻ സാധിക്കുന്നതാണ്. സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക് സാമ്പത്തിക സ്ഥിതിയിൽ ഏറ്റയിറക്കങ്ങൾ ഉണ്ടാകുമെങ്കിലും വ്യാഴത്തിൻ്റെ രാശിയായ മീനത്തിൽ രാഹു സഞ്ചരിക്കുന്നതിനാൽ എന്തിനേയും തരണം ചെയ്ത് പുരോഗതി കൈവരിക്കാൻ സാധിക്കും. ഇടവ മാസത്തിലെ രാഹുകേതു മാറ്റത്തിന് ശേഷം ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ മാറുകയും പുതിയ ചില പ്രശ്നങ്ങൾ വന്നു ചേരുന്നതുമാണ്. അതിനെക്കുറിച്ച് രാഹുകേതു മാറ്റത്തെക്കുറിച്ചുള്ള വീഡിയോയിൽ വിശദമായി പറയുന്നതാണ്. കുംഭക്കൂറുകാർക്ക് ഇപ്പോൾ 7-ര ശനിക്കാലമാണ്. പൊതുവെ 7-ര ശനിക്കാലത്തിൽ
എല്ലാ കാര്യങ്ങൾക്കും തടസ്സം അനുഭവപ്പെടുക, അലസത, ധനനഷ്ടം, ദാരിദ്ര്യം, മറ്റുള്ളവരാൽ അപമാനിക്കപ്പെടുക, ജോലി ലഭിക്കാൻ താമസമുണ്ടാവുക അഥവാ ലഭിച്ചാൽ തന്നെ കുറഞ്ഞ ശമ്പളത്തിൽ അധികം ജോലി ചെയ്യേണ്ടി വരിക, ചെയ്യാത്ത തെറ്റിന് ശിക്ഷ ഏൽക്കേണ്ടി വരിക, ഇതുപോലെ നിരവധി ദോഷഫലങ്ങൾ പറയുമെങ്കിലും രാശിയാധിപനായ ശനി തൻ്റെ സ്വന്തം രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ മറ്റുള്ള കൂറുകളെ അപേക്ഷിച്ച് ദോഷഫലങ്ങൾ പൊതുവെ കുറവായിരിക്കും അനുഭവപ്പെടുക. ഈ കാലയളവിൽ നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ പൊതുവെ കുറവായിരിക്കും. അതിനാൽ കിട്ടുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്താതെ ഉപയോഗിക്കേണ്ട സമയമാണിത്. ശനി പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹമായതിനാൽ ഈ സമയത്ത് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും മന്ദഗതിയിലുള്ള പുരോഗതിയായിരിക്കും ലഭിക്കുക. ഈ കാലയളവിൽ അസമയത്തുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കുന്നത് നല്ലതാണ്. മീനമാസം 15-ാം തീയതി ശനി 2-ാം ഭാവത്തിലേക്ക് മാറിയതിനു ശേഷം ഇതുപോലുള്ള പ്രശ്നങ്ങൾ കുറയുമെങ്കിലും പുതിയ ചില പ്രശ്നങ്ങൾ വന്നു ചേരുന്നതാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും ഈ വർഷം കുംഭക്കൂറുകാർക്ക് ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കുംഭക്കൂറ് ജനിച്ചവരുടെ ഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. മീനക്കൂറ് ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം. രാശിയാധിപനായ വ്യാഴം 3-ൽ സഞ്ചരിക്കുന്നതിനാൽ ജോലി, തൊഴിൽ പോലെയുള്ള പല കാര്യങ്ങളിലും മാറ്റങ്ങളുണ്ടാകും. കലാകാരന്മാർ ലഭിക്കുന്ന അവസരങ്ങളെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ പണവും പ്രശസ്തിയും നേടാൻ സാധിക്കും. ജോലിസ്ഥലത്ത് മേലുദ്യോഗസ്ഥരുമായും സഹപ്രവർത്തകരുമായും അനാവശ്യ ചർച്ചകൾ ഒഴിവാക്കുന്നത് നല്ലതാണ്. വ്യാപാര വ്യവസായ രംഗത്തുള്ളവർക്ക് ലാഭം അധികരിക്കും. ആത്മീയ യാത്രകൾ പോകാനും കോടതി വ്യവഹാരങ്ങളിൽ വിജയം നേടാനും സാധിക്കും. മേടമാസം 31-ാം തീയതി വ്യാഴം 4-ാം ഭാവത്തിലേക്ക് മാറിയതിനു ശേഷം എല്ലാ കാര്യങ്ങളിലും ക്ഷമയോടെ ചിന്തിച്ച് ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ്. സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിൽപരമായ വെല്ലുവിളികളെ തരണം ചെയ്യാൻ സാധിക്കും. രാഹു ജന്മരാശിയിലും കേതു 7-ാം ഭാവത്തിലും സഞ്ചരിക്കുന്നതിനാൽ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ കഴിവതും ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്. വിവാഹം കഴിഞ്ഞവർക്ക് ജീവിത പങ്കാളിയുമായി ഇടയ്ക്കിടെ അനാവശ്യമായ വാക്തർക്കങ്ങൾ ഉണ്ടാകും. ഇടവമാസത്തിലെ രാഹുകേതു മാറ്റത്തിന് ശേഷം ഇതുപോലെയുള്ള ദോഷഫലങ്ങളെല്ലാം മാറി അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നതാണ്. കയറ്റുമതി, ഇറക്കുമതി, ആത്മീയപരമായ കാര്യങ്ങൾ, മെഡിക്കൽ, കെമിക്കൽ ഇതുപോലുള്ള രാഹുകേതുവിൻ്റെ കാരകരീതിയിലുള്ള ജോലിയോ തൊഴിലോ ചെയ്യുന്നവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ അധികം ലഭിക്കും. വിദേശവുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും അനുകൂലമായ സമയമാണിത്. വിവാഹാദിമംഗള കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം മാറി വിവാഹം നടക്കും. 12-ൽ ശനി സഞ്ചരിക്കുന്നതിനാൽ പലവിധത്തിൽ ചിലവുകൾ അധികരിക്കുന്ന സമയമാണിത്. വിദ്യാർത്ഥികൾ അനാവശ്യമായ ഭയം മൂലം പഠനകാര്യങ്ങളിൽ പിന്നോട്ട് പോകാനും സാധ്യതയുണ്ട്. അതേസമയം ചിലർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശത്ത് പോകാനും യോഗമുണ്ടാകും. വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്കും ജോലി ലഭിക്കും. ഏഴരശനി കാലത്ത് സാധാരണയായി നിരവധി പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരാറുണ്ടെങ്കിലും ആ പരീക്ഷണങ്ങളിൽ നിന്നും പഠിക്കുന്ന പാഠങ്ങൾ നിങ്ങൾക്ക് പിന്നീടുള്ള ജീവിതത്തിൽ പ്രയോജനപ്പെടുന്നതാണ്. മീനമാസം 15-ാം തീയതി ശനി ജന്മരാശിയിലേക്ക് മാറിയതിനു ശേഷം ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും ഈ വർഷം മീനക്കൂറുകാർക്ക് ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മീനക്കൂറ് ജനിച്ചവരുടെ ഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.